നിങ്ങള് ഇൻഫ്ലുവൻസർ ആയിട്ട് ബസ്സിലാണോ പോകുന്നത്? പിന്നെ 2 കൊല്ലായി, അങ്ങനെയൊക്കെ ചോദിക്കും. കുട്ടികളായില്ലേ? ഏജ് വെളിപ്പെടുത്തുന്നതല്ല. ഇവക്ക് ഒരു 35 ഉണ്ടാവും. ഉം ഉം. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു പാക്കേജും പിടിച്ച് ഞാൻ എവിടെയെങ്കിലും പോകും. ആശിക്കാൻ നെഗറ്റീവ് എന്ന് പറയാൻ. ഹായ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ നമ്മുടെ എന്താ പറയാ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു Q&A ചെയ്താലോന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ആണ്ടുകൾക്കപ്പുറം. യെസ്, അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ Q&A ചെയ്തിരുന്നു. അത് നമ്മള് 5-6 മാസം ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ആദ്യമായിട്ട് ഒരു Q&A ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. പോസ്റ്റ് ഇട്ടത് 2-3 മാസം മുന്നേ കേട്ടോ. നമ്മള് ആൻസർ പറയാൻ ഇരിക്കുന്നത് ഇപ്പോഴാണ്. അത് മാത്രല്ല, എന്താ പറയാ, അതല്ലാണ്ട് നമ്മളോട് വീഡിയോ ഒക്കെ താഴെ കമന്റ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ പലരും പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. അത് നമ്മള് അതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രല്ല, അങ്ങക്ക് അറിയാലോ, ഇപ്പൊ നമ്മള് ഒരു ഡ്രസ്സിന്റെ സംഭവം, ഒരു ഓൺലൈൻ ഡ്രസ്സിന്റെ സംഭവം തുടങ്ങിയിട്ട് 2 മാസം ആയിക്കോളൂ അല്ലെ. അപ്പൊ പിന്നെ അതിന്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പൊ പിന്നെ വ്ളോഗ് എടുക്കാനൊന്നും സമയമില്ലാണ്ടായിപ്പോയി. പക്ഷെ നമ്മള് എന്താ ചെയ്യാ, ഇനി മുതൽ ഒരു ഡെയിലി വ്ളോഗ് ചെയ്താലാന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ Q&A നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം മുതൽ നമ്മളത് കൂടുതലായിട്ട് എന്താക്കും, സെറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതിന്റെ ഒരു എന്താണ് എന്താ പറയാ, മുന്നോടിയായിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് നമുക്ക് എന്തായാലും നമ്മളെ ചെയ്യുന്ന റീൽസിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ. നമ്മളെ പുറത്ത് പോയി കാണുമ്പോഴൊക്കെ കുറെ ആൾക്കാർ പറയാറുണ്ട് നല്ല കണ്ടന്റ് ആണ്. അതേപോലെ ലോങ് വീഡിയോസ് ഇടാത്ത എല്ലാവർക്കും പരാതികൾ. നമ്മള് ലോങ് വീഡിയോസിൽ നമ്മള് കുറച്ച് മടിയന്മാരാണ്. നമ്മള് വിചാരിക്കാം മതി, എടുക്കാൻ പോകുമ്പോ മതി, പിന്നെ എടുക്കാന്ന് വിചാരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു തുടങ്ങട്ടോ. അപ്പോ ആസിയ അലി, ഹായ് പറയുമോ ഇബത്താൻ രക്ഷിക്ക, എന്റെ പേര് നൂറ എന്നാണ്. അപ്പോ നൂറക്ക് ഒരു ഹായ് അല്ലെ. നൗറ ആണ്. അപ്പൊ നൗറക്ക് ഒരു ഹായ്. പിന്നെ ഹിബത്താൻ രാശിക്ക ഹായ് പറയുമ്പോ മിന്നു ആണ്. അപ്പൊ മിന്നുവിനും ഹായ്. ഇതിപ്പോ ഹായ് പറയുന്ന പരിപാടിയാണല്ലോ. ഏജ് ചോദിക്കുന്നിപ്പാ, ഏജ് വെളിപ്പെടുത്തുന്നതല്ല. ഇവക്ക് ഒരു 35 ഉണ്ടാവും. പിന്നെ എനിക്ക് 24, ഇവക്ക് 18. ആയിക്കോട്ടെ. ഏജ് നോക്കിവാ. എനിക്ക് 25 ആയി. എനിക്ക് 30. ബേബി പ്ലാൻ ഉണ്ടോ? അങ്ങനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കില് ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് അങ്ങനെ സെറ്റ് ആവും. പിന്നെന്താ, 2 വർഷമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ആഷിഖാന്റെ ഇവയുടെ ഏജ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഏജ്, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? അത് കുറെ ആൾക്കാർ ചോദ്യമാണ്. ഞങ്ങൾക്ക് കുട്ടികളുണ്ടോ? ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. നമ്മളൊന്നും പറഞ്ഞാണ് നമുക്ക് കുട്ടികളില്ല. പിന്നെന്ന് പറയാൻ നമ്മള് എന്താ പറയുക, റീല് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് നമ്മളെ കുട്ടിയല്ല. അത് പലർക്കും നമ്മളെ കുട്ടിയാണ്. അതൊക്കെ ഇത്രയും വലിയ കുട്ടികളുണ്ടെന്നൊക്കെ ഡൗട്ടാ. പക്ഷെ ആ നമ്മളൊരു എന്താ പറയാ അയൽവാസിയാണ്. കണ്ടന്റിന്റെ ബേസിൽ അഭിനയിക്കാവുന്നുള്ളൂ. പിന്നെ ഏജ് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെയും കുട്ടികളുണ്ടോ? പിന്നെയും ബേബി പ്ലാൻ ഇല്ലേ? ചിൽഡ്രൻസ്, ഇതന്നെ കുറെ ഒക്കെ ചോദിക്കാനുള്ള. നിങ്ങളുടെ രണ്ടുപേരുടെ ഫുൾ നെയിം? ഹിബ ഫാത്തിമ വി, ആഷിർ പി കെ. അപ്പൊ നമ്മൾ ഫുൾ നെയിം കിട്ടിയില്ലേ? നിങ്ങളുടെ വീട് എവിടെയാണ്? അത് കഴിഞ്ഞ വർഷം പറഞ്ഞാണ്. എന്നാലും ഞാൻ പറയാം, എന്റെ വീട് കാലിക്കറ്റുള്ള പാവങ്ങാട് എന്ന് പറയും. എന്താ പറഞ്ഞത്? ഞാന് അത്തോളി. രണ്ടാളും കാലിക്കറ്റ് ആട്ടോ. പിന്നെയും വീട് എവിടെയാണ്? പിന്നെയും കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടെന്ന് നമ്മള് ഇനിയിപ്പോ നോക്കേണ്ട ആവശ്യമില്ല. ഹായ് തരുമോ? ഹായ് തരും, നെയിം പറയണേ. പക്ഷെ നെയിം കൊടുത്തില്ലേ. സമീറ ഷാഫി, ഹായ് തരുമോ, നെയിം പറയണമെന്നാണ്. അപ്പോൾ ഇത് യൂട്യൂബ് ചാനലിന്റെ പേര് സമീറ ഷാഫി എന്നാണ്. അപ്പൊ ഹായ്. മെയിൽ ഐഡിന്റെ പേര്. നിങ്ങളുടെ വീട് എവിടെയാണ്? പറഞ്ഞല്ലോ. ഇക്ക എന്താണ് വർക്ക്? ഇത്താത്ത എന്താ പഠിച്ചത്? ഞാൻ പഠിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാന് BCom ആണ്. പിന്നെ അതിനുശേഷം IPA എന്ന് പറഞ്ഞ കോഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പഠിച്ചു പറഞ്ഞത്. ഞാൻ BSc സുവോളജി. അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ കോഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പഠിത്തമൊന്നുമില്ല. ഇപ്പൊ ഉള്ളി ജോബ് ആൻഡ് കാര്യങ്ങൾ, ബിസിനസ് ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ പോവാണ്. അതെ. ഇനി ഒന്ന് പോയാടാ എന്തായാലും നെഗറ്റീവ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ആഷിക്കാണ് ജോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മളെ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പുറത്തായിരുന്നു.
ഖത്തറിൽ ആദ്യം അക്കൗണ്ടിങ്ങിന്റെ ഒരു ജോബായിരുന്നു. അതിനുശേഷം ഞാൻ മാർക്കറ്റിങ്ങിലായിരുന്നു. ഇപ്പൊ നാട്ടിലെന്താ ഇനി എന്താ നോക്കി വെക്കുന്നത്? ഞാൻ സാലറി ഫ്രം യൂട്യൂബ് അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു ഓൺലൈൻ മീഡിയ പ്രൊമോഷൻ കാര്യങ്ങളുണ്ട്. അതേപോലെ നമ്മളിപ്പോ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ യൂട്യൂബ് ഉണ്ട്, പിന്നെ നോർമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ നമ്മളിങ്ങനെ ഒന്നിനും ഒതുങ്ങാണ്ട് ഓൾ ഇൻ ഓൾ ആയിട്ട് ഇങ്ങനെ നടക്കാം നമ്മള്. അങ്ങനെ നമ്മള് ലൈഫ് ആസ്വദിച്ചുകൊണ്ട് ജോബ് എടുത്ത് വരുമാനം ഉണ്ടാക്കി നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പോവാണ്. ഫാമിലി നമ്മൾ ഓൾറെഡി പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ ചോദിച്ചാൽ കൊണ്ട് പറയാം, എനിക്ക് 2 പെങ്ങന്മാരുള്ളത്, 2 അനിയത്തിമാരാണ്. ഒരാൾ കല്യാണം കഴിഞ്ഞ്, ഒരാളിപ്പോ +2 പഠിക്കുക. പിന്നെ ഉമ്മയും വാപ്പയും, 2ആളും. ഇപ്പൊ വാപ്പ ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ തന്നെ. എനിക്ക് ഒരു കാക്കാനുള്ളത്. കാക്കാന്റെ മാരേജ് എല്ലാം കഴിഞ്ഞതാണ്, ദുബായിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഉമ്മയും ഇപ്പയും ഉള്ളത്. സാലറി ഫ്രം യൂട്യൂബ് പോലെ യൂട്യൂബിന് നമുക്ക് അങ്ങനെ സാലറി എങ്ങനെ പറയാം? യൂട്യൂബിലൊക്കെ പല അതായത് നമ്മളെ കണ്ടന്റിന്റെ വ്യൂസ്, പിന്നെ നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യുന്ന അതനുസരിച്ചായിരിക്കും വരുമാനം. പിന്നെ അങ്ങനെ ഒരു പ്രത്യേക വരുമാനം ഒന്നും ഇല്ല. ചില സമയത്ത് ചില വീഡിയോസ് റവന്യൂ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെ ഇന്ന ഒരു വരുമാനം ഒന്നും ഇല്ല യൂട്യൂബിൽ. പക്ഷെ നല്ലപോലെ എഫേർട്ട് ആണെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. സാലറി ഫ്രം ജോബ് അതും അറിയണോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പൊ മിക്സ് ചെയ്ത് പോകുന്നതും കൊണ്ട് അങ്ങനെ ഇന്ന സാലറി അന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. നമുക്ക് ഒരു വഴിക്കല്ല, അങ്ങോട്ട് അവിടെ പിന്നെ നമ്മളെ ഡ്രസ്സിന്റെ ബിസിനസ് ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്നേ, നമ്മളങ്ങ് പോയിക്കോട്ടെ. അപ്പൊ പിന്നെ നെഗറ്റീവും പോസിറ്റീവും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആഷിക ഇബത്താന്റെ പറയണം, ഇബത്ത ആഷിഖന്റെ പറയണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനാ പറഞ്ഞേ, എനിക്ക് ഇപ്പോഴും ഓർമ്മ, വീഡിയോ പ്ലാൻ ചെയ്തൊക്കെ ഞാനാ പറഞ്ഞ. ഈ പ്രാവശ്യം ആഷിഖാന്റെ ആദ്യം നെഗറ്റീവ് തുടങ്ങണം. തുടങ്ങിയോ? ആഷിഖാൻ നെഗറ്റീവ് എന്ന് പറയാൻ നെഗറ്റീവായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, അല്ല അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. അപ്പൊ പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാം. അപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കൂല ഒരു കാര്യവും, അല്ലേ? ഒരു കാര്യവും അത് അത്രേ ഉള്ളൂ. ഞാനേ പൊതുവെ എല്ലാരും പറയുന്നത് തണുപ്പനാന്ന് തോന്നല്ലോ. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു പരിപാടിക്ക് ഇറങ്ങി, ഇപ്പൊ ഒരു പറയാണ് 9:30. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഭയങ്കര 9 എന്ന് പറയാൻ എനിക്ക് കറക്റ്റ് 9 ആ 9 ആകുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ്. ഞാൻ അഷിക പിന്നെ അങ്ങനൊന്നും ഇല്ല. 9 എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു 9 കുറച്ച് ലേറ്റ് ഭയങ്കര കൂടുതലാ. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ്സ് അല്ലാണ്ട് പിന്നെ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ, നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ എനിക്കിപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് എല്ലാം, ഞാൻ വേഗം സാഡ് ആവുകയാണെങ്കിൽ ഭയങ്കര ഇമോഷണലാ. അപ്പൊ എല്ലാത്തിനും എന്താ പറയാ, കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അനി പറഞ്ഞോ. അവളെ നെഗറ്റീവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഭയങ്കര ഇമോഷണലാ. എന്നുവെച്ചാൽ ഓവർ ഇമോഷണൽ എന്ന് പറയും. കാരണം ചില കാര്യങ്ങൾക്കൊന്നും അത്ര ഇമോഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നെവറാക്കി വിടേണ്ട അതും സീരിയസ് ആക്കി എടുത്ത് ഭയങ്കര ഇമോഷണൽ കളയും. അപ്പോൾ ആ ഇമോഷൻസ് കുറയ്ക്കാൻ ഞാൻ എപ്പോഴും പറയും, വലിയ ഇമോഷൻ ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില കാര്യങ്ങൾക്കൊന്നും ആവണ്ടെന്ന് പറയും, പക്ഷേ ഇമോഷണൽ പണ്ട് കാര്യം. പോസിറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, അപ്പം നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ ബിസിനസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റക്കാണെങ്കിൽ തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടാവും. ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ആരെ എന്തേലും ഓർഡർ ചെയ്ത് ഈ ഡ്രസ് ചെയ്യുന്നോ, അപ്പൊ ഞാൻ ചിലപ്പോൾ ഇന്നാക്ക് വായിക്കണം, അന്നാക്ക് അയക്കും, അഡ്രസ്സ് മാറും. എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ മാനേജ്മെന്റ് ഞാനേ അറിയില്ല. നല്ല സിമ്പിൾ പണിയൊക്കെ ഞാൻ പോകും, ആളുണ്ടായി കൊണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഞാൻ പറയട്ടെ. ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്ന്, അപ്പോ ഒരാൾക്ക് ഭയങ്കര അർജന്റ് ആണ് അയക്കേണ്ടത്. അപ്പോ അന്ന് നമ്മൾ ഇപ്പൊ നമ്മള് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. നമ്മൾ DTDC ആയിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ അയച്ചുകൊണ്ടിരുന്നത്. അപ്പോ അവർക്ക് അയക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനാണെങ്കിൽ ഇല്ല. സാധാരണ ഞാൻ എന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മള് കുറച്ചൊക്കെ ആയിട്ട് അങ്ങ് കൊണ്ടുപോകും. കാരണം ഓർഡർ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ പാക്ക് ചെയ്ത് അയക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അന്ന് പക്ഷെ ഒരു കാര്യണ്ടേ, ഫുള്ളാകുന്നതിന് എനിക്ക് കാര്യം പറയണ്ടേ.
അത് പക്ഷെ ഞാൻ അപ്പൊ തന്നെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് വേഗം റെഡിയാക്കി. അതൊക്കെ അത് ഞാൻ സമ്മതിച്ചിങ്ങളെ. പക്ഷെ എന്നാലും എന്താക്കണം, പാക്ക് ചെയ്ത് DTDC കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു വരുന്ന വഴി എന്നെ വിളിച്ച് എന്നോട് ചോദിക്കും, ഞാൻ പാന്റ് അതിൽ വെച്ചിനോ എന്നൊരു ഡൗട്ട്. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്, വരുന്ന വഴി വീട്ടിലെത്തിയിട്ടില്ല, ഞാൻ വീട്ടിൽ പോയിരുന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. നോക്കുമ്പോ പാന്റ് ഇവിടെ ഉണ്ട്, ടോപ്പ് DTDCയിലും. എന്നിട്ട് അപ്പൊ തന്നെ എന്തൊക്കെയാ പിന്നെ വേറെ എടുത്ത് കൊടുത്തു. ഇവളുടെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മതിയാക്കി മടക്കാൻ അറിയില്ല. പിന്നെ ഒരു ഓർഡർ എടുത്ത് എനിക്കിപ്പോ ഇപ്പൊ കുറെ സാലറി ആയിരിക്കും. അപ്പൊ ചിലതൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് ആയിരിക്കല്ലോ. പക്ഷെ എന്നാലും എനിക്ക് 10 ലക്ഷം പറഞ്ഞില്ല അതില്ല. അപ്പോൾ ഞാൻ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഇത് 3 ഉണ്ടോ, അപ്പോഴും ഒരു കളർ ഇല്ല കേട്ടോ. കുറച്ച് പിന്നെ ഓർഡർ ഞാൻ ചോദിക്കും ഈ 3 ഉണ്ടോ, ഇവിടെ 10 ലക്ഷം പറഞ്ഞ കളർ ഇല്ല. എന്നാലും പിന്നെ എനിക്ക് ഡൗട്ട് ഈ കളർ ഇല്ല ഉണ്ടോ. സാധാരണഗതിയില് എന്നെ സംബന്ധിച്ച് എനിക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ എന്താ പറയാ, ഞാൻ അങ്ങോട്ടേക്ക് സംബന്ധിച്ച് കൊടുത്ത മാതിരിയാ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ഒരു വഴിയില്ല, പറഞ്ഞു കൊടുക്കല്ലാണ്ട് ഒരു വഴിയില്ല. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അതെന്നെ ചോദിച്ചോണ്ട് നിൽക്കും. പറയ് ഉണ്ടോ അതെന്നെ ചോദിച്ചോണ്ട്, അതിനോട് പിന്നാട് നിന്നിട്ടും കാര്യമില്ല. പിന്നെ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ബിസിനസ് വഴി തെറ്റി പോയി. അല്ല 2 മാസം ശരിയല്ല, നമ്മൾ ബിസിനസിനെ പറ്റിയല്ലോ പറയും, നമ്മള് ആണല്ലോ. എന്റെ പോസിറ്റീവ് കാര്യങ്ങൾ പിന്നെ നെഗറ്റീവ് പറഞ്ഞു. അപ്പൊ അല്ല നമ്മള് പോസിറ്റീവ് പോസിറ്റീവ് എന്റെ നെഗറ്റീവ് ഞാൻ പറഞ്ഞു പാടി. അതിന്റെ പോസിറ്റീവ് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ഈ സംഭവം അതന്നെ. പിന്നെ എപ്പോഴും സപ്പോർട്ടാണ്. ഇപ്പൊ എന്താ പറയാ, ഫിനാൻഷ്യലി ഡൗൺ എന്തായാലും ഇപ്പൊ നമ്മള് ലൈഫല്ലേ, പല ടൈം സിറ്റുവേഷനിലൂടെ നമുക്ക് കടന്നു പോകേണ്ടിയല്ലോ, പല സിറ്റുവേഷനോടെ. അപ്പൊ ഇന്ന് വരെ എന്താ പറയാ, അങ്ങനെ എന്തുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ട്രെങ്ത് മാതിരിയാണ്. അപ്പൊ അത് വലിയൊരു കാര്യം ഞാൻ കാണുന്നത്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയും. അടുത്തെന്താ നോക്ക്. കൊറേ ക്വസ്റ്റ്യൻസ് മെസ്സേജ് അയച്ചു വന്നിട്ടുണ്ട്. അത് ഈ ആൾക്കാർക്ക് അറിയണ്ട നമ്മളെ ഫാമിലിനെ പറ്റി, നമ്മളെ കുട്ടികളുണ്ടോ, ഏജ്, നമ്മളെ ഇത് റിപ്പീറ്റ് കുറെ ആൾക്കാർ. അപ്പൊ ഇപ്പൊ മെസ്സേജ് ചോദിക്കുന്ന ആൾക്കാർക്ക് കുറെ ആൾക്കാർക്ക് അറിയേണ്ടതാ. പിന്നെ നമ്മൾ നേരിട്ട് കാണുന്ന, ഇപ്പൊ പുറത്തൊക്കെ പോയി ഫംഗ്ഷനൊക്കെ പോയുമ്പോൾ നമ്മൾ കുറെ തത്വം സംസാരിക്കും. അപ്പൊ ചില തത്വമൊക്കെ ചോദിക്കാറുള്ളത് പിന്നെ അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ നമ്മളെ മെയിനായിട്ട് നമ്മളെ പുറത്ത് എന്താ പറയാ പോകുമ്പോ ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് വരുന്നത് അല്ലേ, ഭയങ്കര അല്ല അത് ഭയങ്കര ഒരു എന്താ പറയാ, വീഡിയോ കാണലുണ്ട്. പിന്നെ നമ്മൾ അത്രയും നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇല്ലേ. ഭയങ്കര ഒരു വന്നിട്ട് ഒരു പറയുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഇനി ചെയ്യാനുള്ളൊരു ഇത് വരും. പിന്നെ ഒരു ആള് ചോദിച്ചു നമ്മോട് യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്താന്ന്. അങ്ങനെ പ്രചോദനം ഒന്നും ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പണ്ടേ അങ്ങനെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഗൾഫിലായ സമയത്ത് ഞാൻ ഓൺലൈൻ ഒരു വീട്ടിലേക്ക് വർക്ക് ചെയ്തത്. അത് യൂട്യൂബ് അല്ല, ഞാൻ കല്യാണം കഴിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മളെ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ അവളോട് പറയാം നമുക്ക് ഇങ്ങനെ കണ്ടന്റ് ഒക്കെ ചെയ്താലോ. ഞാൻ തീരെ മുഖം കാണിക്കാൻ ഇഷ്ടമില്ലാന്ന് പറയും തീരെ. അങ്ങനെ അത് കാരണം ഒരു 4-5 മാസം അങ്ങനെ പോയി. ഒരു കൊല്ലത്തിന് മേലെ പോയിട്ടോ ഇവള് മുഖം കാണിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഇവളെ മുഖം കാണിച്ചപ്പോ കണ്ടന്റ് എന്തുണ്ടാക്കും. അങ്ങനെ ഫസ്റ്റത്തെ നമ്മളെ യൂട്യൂബ് വീഡിയോന്റെ ഷോർട്ട് എടുത്ത് ഫസ്റ്റത്തെ 5-6 വീഡിയോ എണ്ണ മനസ്സിലാകുന്നത്. 5-6 വീഡിയോ അല്ല, ഒരു 10 വീഡിയോ എണ്ണ മനസ്സിലാവും. നമ്മളിങ്ങനെ ചിന്തിക്കാനും ഇതെങ്ങനെ ഇങ്ങനെ ആയി വരുന്നത്. പക്ഷെ ഒരു ഐഡിയ ഇല്ല. ഇവരൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇതെന്താ അങ്ങനെ നമ്മൾ ചെയ്യത്, എങ്ങനെയൊക്കെ ചെയ്യല്. പിന്നെ നമ്മള് കുറച്ചൊക്കെ നമ്മളെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്ത് നോക്കി. പിന്നെ നമുക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കും, കുറെ ആൾക്കാർ ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യാൻ പറ്റുമോ. കാരണം ഓരോരുത്തർക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഓൾക്ക് റീല് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ രീതിയിൽ നമുക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക്കിൽ കണ്ടന്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, എന്താ പറയാ, ആരെങ്കിലും നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ചെയ്തോളിട്ട്. നിങ്ങൾ മടിച്ചു നിൽക്കൊന്നും വേണ്ട. ഒരു ടൈം എത്തുന്ന സമയത്ത് നമുക്കല്ലേ, ഒരു ടൈം എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്താ പറയാ, പിന്നെ പറയുന്നത് ഇതില് എന്താ പറയാ ചില്ലറ കാര്യം തന്നെ. നമ്മളിപ്പോ ഡെയിലി ഇടുന്നുണ്ട്, നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണെങ്കിലും അല്ലെ, നമ്മൾ ബിസിയിലാണെങ്കിലും നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാൻ മാക്സിമം നോക്കലുണ്ട്. ചില്ലറ പണിയല്ല കേട്ടോ ഡെയിലി ഇടാച്ചിട്ടുണ്ടെങ്കിൽ. അതിൻ്റെതായ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ ഈസി ആയിട്ട് വന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈസി അങ്ങനത്തെ ഒന്നല്ല. യൂട്യൂബിൽ നല്ല ഗ്രോത്ത് ആണെങ്കിൽ നല്ല പണിയാണ് സംഭവം. കണ്ടന്റ് ഉണ്ടാക്കലും എന്താ അത് എഡിറ്റ് അതിന്റെ ചെയ്യലും എഫേർട്ടും അത് കാര്യങ്ങളുണ്ട്. അപ്ലോഡ് ചെയ്യലും ഇത് നല്ല ഈസി പണിയൊന്നുമല്ല. കാരണം നമ്മുടെ യൂട്യൂബില് കണ്ടന്റ് നമ്മളോട് കുറെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് നേരിട്ട് കാണുമ്പോ, നിങ്ങൾക്ക് സുഖമല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിയാ പോരെ. കണ്ടന്റ് ഉണ്ടാക്കാനും തന്നെ ഭയങ്കര പാടാണ്. നമ്മളിങ്ങനെ ഓരോന്നും ചിന്തിച്ചുണ്ടാക്കി വരും. എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സുഖമല്ലേ കണ്ടന്റ് ഇങ്ങനെ ഉണ്ടായി. നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ കേട്ടോ, ഇങ്ങനെ ഡെയിലി കണ്ടന്റ് ഉണ്ടാക്കി നടന്നാ പോരെ. പക്ഷെ എല്ലാ പണിക്കും അതിൻ്റെ എന്താ പറയുക എഫേർട്ടും കാര്യങ്ങളുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കും. പിന്നെന്ന് പറയുന്നത് കുറെ ആൾക്കാർക്ക് ഡൗട്ട്, എത്ര ആൾക്കാരാ മെസ്സേജ് ചോദിക്കുന്നത് നിങ്ങൾ ഡ്രസ്സ് കൊണ്ടാ പർച്ചേസ് ചെയ്യുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മാതിരി അല്ല അത്. ഒന്നാമത് പിന്നെന്ന് വെച്ചാൽ നമ്മള് ബിസിനസ് പരമായിട്ടുള്ള ആശാത്തി കുറച്ച് സീക്രട്ട് ആളുവാ. പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒന്നല്ല, നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് ഓരോ സ്ഥലത്തും പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക്. ഇന്റെ ഒരു ഞാൻ പറയുന്നല്ലോ, ഞാൻ ഈ എന്താ പറയാ, ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ റീസെല് ചെയ്യുന്ന പരിപാടി ചെയ്തിരുന്നു. അതായത് ഒരു സൈഡായിട്ട് നമുക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട്, അതായത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മളെ കൈമിൽ എന്തെങ്കിലുമൊക്കെ പൈസ വേണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പോക്കറ്റ് മണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ റീസെല്ലിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന് വെച്ചാല് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇതൊക്കെ വന്നു. അതായത് ഓരോരുത്തർക്ക് ടൈമിന് പ്രൊഡക്റ്റ് കിട്ടുന്നില്ല. അപ്പൊ അവിടെ കസ്റ്റമൈസേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ്, നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ അല്ല കസ്റ്റമൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ എന്താ പറയാ, ഓരോ കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്നും ഞാൻ ഇന്നിങ്ങനെ പറയും, ഇതെന്താണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇതല്ലല്ലോ, വന്ന സാധനം വേറെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അങ്ങനെ എനിക്ക് ഭയങ്കര സ്ട്രെസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആയിട്ടാണ് ഞാൻ, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ പ്ലസ് ഡിഗ്രി കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന അങ്ങനെ കഴിഞ്ഞിട്ടാന്ന് തോന്നും. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു അത്. അപ്പൊ ഭയങ്കര സങ്കടം. ഇത് എന്താണ്, കാരണം നമ്മള് ഒരു എഫേർട്ട് ഇടുന്നുണ്ട്. ഇപ്പൊ റീസെല്ലേഴ്സ് എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ അവർക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവരും പൈസ കൊടുത്താണല്ലോ വാങ്ങിക്കുന്നത്. അപ്പൊ ഈ ഒരു വേർത്തിനുള്ള സാധനം എത്തിക്കണല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ, കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോ ഈ ഒരു സംഭവം എന്റെ മൈൻഡിലുണ്ട്. അപ്പൊ ഞാൻ എന്താ, ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ചിന്തിക്കലുണ്ടായിരുന്നു, നമ്മള് ഒരു പ്രൈസ് ഇടുകയാണെങ്കിൽ ആ പ്രൈസിന് വർത്തായിട്ടുള്ള സാധനം കസ്റ്റമേഴ്സിന് എത്തിക്കണം എന്നുള്ളൊരു സംഭവം എന്റെ മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങില് നമ്മൾ ഇഷ്ടംപോലെ തെരഞ്ഞിട്ടാണ് ഓരോ എന്താ പറയാ അപ്പോ ഓരോ സ്ഥലത്തുനിന്നും നമ്മള് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തന്നെയോ അതും നമ്മൾ എന്താണ് ഭയങ്കര സെലക്റ്റീവ് ആയിട്ടല്ലേ ചെയ്യുന്നത്. ഒരാള് ചോദിച്ചൊരു കാര്യമാണ്, അത് ഈ പോസ്റ്റിലൊന്നും കമ്മ്യൂണിറ്റി പോസ്റ്റിലൊന്നും വന്ന ഒരാളെന്നല്ല സംഭവം. ഞാനില്ലേ ഒരു ഫണ്ടിന്റെ കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സംഭവം നടന്നു, നമുക്ക് ഒരു Q&A ഇടാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആള് കുട്ടി ഇവനെ ചോദിച്ചാണ്. അതായത് നമുക്ക് ഇവളെ ഫ്രണ്ടിന്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു സിറ്റുവേഷൻ. ഇവളെ ഫ്രണ്ടിന് കല്യാണം ഉണ്ടായി. അന്ന് എനിക്ക് അന്നേരം വർക്കായിട്ട് ഞാൻ ഇവിടെ ഇല്ല. ബസ്സിൽ പോയി. ഇവൾക്ക് സത്യം പറഞ്ഞെങ്കിൽ ബൈക്കും ഉണ്ട് കാറും ഉണ്ട്. ഓൾ ഒറ്റക്ക് പോകണം. ഓൾക്ക് ചില സമയത്ത് അമ്മ ഒരു കംഫർട്ടബിൾ ഇവളെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഓളും കാത്തിക്കാണ്. അപ്പൊ ഇവൾക്ക് അതായത് ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ ബസ് തീർത്തു, നമ്മളെ വീടിന്റെ മുമ്പിൽ നിന്ന് ബസ് കയറുകയും ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞ ബസ് കയറി പോയിക്കത്. അപ്പൊ പറഞ്ഞ സംഭവം പറഞ്ഞു. ബസ്സില് കയറി ഒരു കുട്ടി ഇങ്ങനെ കൊറേ ഇങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് എന്റെ അടുത്ത് ചോദിച്ച്, നിങ്ങള് ഇൻഫ്ലുവൻസർ ആയിട്ട് ബസ്സിലാണോ പോകുന്നത്? ഞാൻ എന്നോട് ചോദിച്ചു, അല്ല എന്താപ്പോ ബസ്സിൽ പോയാൽ എന്താ പ്രശ്നം, ഇൻഫ്ലുവൻസേഴ്സിന് എന്താ ബസ്സിൽ പോവാൻ പറ്റൂലേ? അപ്പൊ എല്ലാരും അങ്ങനെ ഒന്നല്ലല്ലോ, എല്ലാരും കാറിലൊക്കെ അല്ലേ പോവില്ലേ, നിങ്ങക്ക് കാറൊന്നും ഇല്ല, നിങ്ങൾ എന്താ ബസ്സിൽ പോകുന്നത്? നമ്മളെ ഒരു Q&Aയില് ഒരു അറിയുന്ന ഒരാളെ പേരൊന്നും അറിയുന്നില്ല, അവര് ചോദിച്ചാണ്, നിങ്ങൾ ഇതുവരെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയില്ലേ? അങ്ങനെ ചോദിച്ചാ ആഷിക? അങ്ങനത്തെ ഒരാളെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അന്നോടത് പറയാത്തൊരു റേഷൻ തരെങ്കിൽ എന്താന്നറിയില്ല, എനിക്ക് ഈ ട്രിപ്പ് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ എന്തൊരു മടിയാ, പോകുമ്പോഴോ ഇഷ്ടാ. പക്ഷെ എനിക്ക് ഇപ്പൊ നമുക്ക് ഇന്ന് കൊടൈക്കനാലിൽ പോയാൽ പറയും, ഞാൻ അല്ലെങ്കിൽ പടച്ചോനെ വണ്ടിയിൽ കൊടൈക്കനാല് വരെ പോയി തല കറങ്ങി അവിടെ. ആഷിക ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, ഇങ്ങനൊക്കെ പറയൂ, ആഷികക്ക് തീരെ ഇഷ്ടല്ല.
ആഷിഖാക്ക് എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കണം, എവിടേക്ക് പോകുന്ന ഇഷ്ടല്ല. ഇഷ്ടമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചില സമയത്തൊക്കെ ഇഷ്ടമാണ്. ബസ് കയറൂല, ബസ് തല ഇറങ്ങും, കാറ് കയറൂല. കാരണം ബാക്കില് ഡ്രൈവ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ബാക്കിൽ എനിക്ക് തല ഇറങ്ങും. ബാക്കിൽ തല ഇറങ്ങും, സൈഡിൽ ഇരുന്നാലും തല ഇറങ്ങും. ഡ്രൈവിംഗ് സീറ്റിൽ മാത്രം തല ഇറങ്ങൂല. പിന്നെന്തിലാ പോവാ? ഓട്ടോയില് കയറാം, ഓട്ടോയില് കുഴപ്പമില്ല. പിന്നെ ട്രാവൽ ബസ് അതൊന്നും പറ്റൂല. ട്രെയിന് കുഴപ്പമില്ല, ട്രെയിന് പിന്നെ അധികം ഇളക്കല്ലാത്ത. ഞാൻ എന്താ വിചാരിച്ചത്, ഞാൻ ഏതെങ്കിലും അതന്നെ വിട്ടു എന്റെ അടുത്ത്, സോറി, ഞാൻ ഏതെങ്കിലും ഒരു പാക്കേജും പിടിച്ച് ഞാൻ എവിടെയെങ്കിലും പോകും. ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട് സെറ്റ് ആക്കാൻ നോക്കാം. പിന്നല്ല നമ്മള് 5 കൊല്ലത്തിന് സെറ്റ് ആക്കാം. അല്ല നമ്മൾ പോവും. ഞാൻ അങ്ങനല്ല ഇല്ലാന്നല്ല, പക്ഷെ നമ്മള് 2 വർഷം റിസോർട്ടൊക്കെ പോയപ്പോ അപ്പൊ എനിക്ക് ഇഷ്ടമാണ്. റിസോർട്ട് പോയി നല്ല രസമുണ്ടല്ലോ, നല്ല വൈബാണല്ലോ. പക്ഷെ എന്നാലും ലോങ് പോകുമ്പോ ഞാൻ വിചാരിക്കാറുള്ളൂ അത് വരെ വണ്ടി. ഞാന് വെഡിങ്ങിനൊക്കെ മുന്നേ ഒക്കെ എന്താ പറയാ, നമ്മളിങ്ങനെ കൊല്ലത്തില് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്ന ആൾക്കാരെ കിട്ടും. എന്റെ കാക്ക ഭയങ്കര ട്രിപ്പ്. അത് പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചേ, വെഡിങ് കഴിഞ്ഞ് 2 കൊല്ലത്തിനാണ് ഇവിടെ ഞാൻ കൊണ്ടിരുന്നത് ബാംഗ്ലൂര്, അമ്പി, പിന്നെ അമ്പി, ബാംഗ്ലൂര്, വണ്ടർല. ആലോചിക്കണം, വണ്ടർല നമ്മള് ഫസ്റ്റ് പേപ്പറല്ലേ പോയത്. ബാംഗ്ലൂര്, അമ്പി ഇതന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ, 3 ദിവസം നമ്മൾ അവിടെ പോയില്ലയോ? ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ലേ? അത് 2. അതിനുശേഷം ഞാനുമ്പോഴും മൂന്നാറ്, വണ്ടർല. വണ്ടർല എത്രാമത്തെ പ്രാവശ്യം പറയുന്നത്? മൂന്നാറ് പിന്നെ ഇവിടെ പോയത് ഞാൻ പറയാം, കൊളക്കമല. അത് അതിനുശേഷം ഫാമിലിന്റെ അപ്പുറം ഊട്ടി. ബസ്സിൽ ഇങ്ങനെ ഊട്ടി വരെ പോയി, ബസ് നിർത്താൻ സ്ഥലം കിട്ടിയില്ല, മഴ പെയ്ത് തിരിച്ച് ബസ് അതേമാതിരി വീട്ടിലേക്ക് വന്നു. അതൊരു ട്രിപ്പ്. ഹംപി ട്രിപ്പ്, ഞാൻ പറയട്ടെ, ഹംപി ട്രിപ്പില് വന്നില്ല. എന്നിട്ട് ഞാൻ ഇക്കാക്ക വിളിച്ച് നാളാണ് പോകുന്നത്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം, നമുക്ക് സെറ്റ് ആക്കാന്നല്ല. അതിന് ഒരാഴ്ച മുന്നേ പറയുന്നുണ്ട് കേട്ടോ പോണമെന്നല്ലോ. പക്ഷെ ഇവിടുന്ന് തീരെ റെസ്പോണ്ട് കിട്ടിയില്ല. അപ്പൊ വെയിറ്റ് അപ്പൊ പോകുന്നതിന്റെ തലേന്ന് രാത്രി വിളിച്ചു, നിങ്ങൾ വരുന്നില്ല, നിങ്ങൾ എന്താ വരാത്ത? അപ്പൊ ഞാൻ ചോദിക്കാം, ആഷിക്ക പോവാ? ആഷിക്ക അമ്പി വരെ കൊറേ ദൂരം, ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞു, പ്ലീസ് ആഷിക്ക നമുക്ക് പോയിട്ട് വരാം, നിങ്ങളൊന്നും അറിയണ്ടല്ലോ, ഓനക്കെല്ലാം അറിയാം, ഓനെല്ലാം പ്ലാൻ ചെയ്തിക്കണു, എല്ലാ സ്ഥലമൊക്കെ ഓൻ സെറ്റ് ആക്കിക്കണം, നമ്മൾ പോയാൽ മാത്രം മതി. ഇല്ല അങ്ങനെ ലാസ്റ്റ് എന്താക്കി പറഞ്ഞ് സമ്മതിച്ച് അന്ന് ട്രിപ്പ് പോയി. പിന്നെ പോയത് നമ്മള് എറണാകുളം, മൂന്നാറല്ലോ, മൂന്നാറല്ല, നമ്മള് ഇടുക്കി, അങ്ങനെ അവിടെയൊക്കെ പോയി. പിന്നെ നമ്മള് ഊട്ടിക്ക് ട്രിപ്പ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മള് എത്ര റിസോർട്ടില്, 3 റിസോർട്ടില്, 3 റിസോർട്ടിൽ 2 റേഷ്യോ. സംഭവം പ്രമോഷൻ ആണ്, പക്ഷെ അവിടെ പോയില്ലേ. രസമുണ്ടായില്ല അതൊക്കെ. അങ്ങനെ കാലിക്ക് ഞാൻ എനിക്ക് ട്രിപ്പ് രസമാണല്ലേ. മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റി ട്രിപ്പ് ഇങ്ങനെ പോകാനുള്ള മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്നില്ല. ആഷിഖാനിപ്പോ അങ്ങോട്ടേക്ക് പോവാന് എന്താ പറയാ, ഇപ്പൊ പോവാന്ന് പറഞ്ഞ പോവാൻ പറ്റൂല. ആഷിഖാക്ക് സ്ഥലം അറിയില്ലല്ലോ, പോയിക്കില്ലല്ലോ എടി. ശരിയായ കാര്യം കേട്ടോ. എനിക്ക് കോമഡി ഉണ്ടെന്നറിയോ, ഞാനും അളിയമ്പാപ്പ ഇല്ലേ ഈ അടുത്ത്, അളിയമ്മ പിന്നെ പറഞ്ഞു, ബാസി നീങ്ങില്ല നമുക്ക് ട്രിപ്പ് പോകണം തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞ ട്രിപ്പ് പോകണം, നിങ്ങൾ സെറ്റ് ആക്കൂലേ? അളിയപ്പ ഇങ്ങനെ സെറ്റ് ആക്കൂലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് വയ്യൊന്നും ആയില്ല ചെറിയ. ഞാൻ പറയാ എനിക്ക് വയ്യ അറിയില്ല. ബാസിയാണ് വന്ന്, ബാസി ഇവിടെ കാക്കണ്ടേ, നമ്മള് മുമ്പ് ട്രിപ്പ് പോകുന്ന സമയത്ത് മറ്റേ നമ്മളെ ഈ സിനിമ ഇല്ലേ ഏതേനും വിജയ് കത്തിയിൽ ഇങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് വരയ്ക്കൂലേ, അതേമാതിരി ഇവിടെ കാക്കണ്ട ഒരു A4 3-4 A4 ഉണ്ടാവും, റൂട്ട് മാപ്പ്, ടൈം, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലം, ഇന്ന സ്ഥലത്ത് ഇന്ന കാടിൽ ഇന്ന ആനകള്, ഇന്ന സ്ഥലത്ത് ഇന്ന കാണാണ്ട്, ഇന്ന സ്ഥലത്ത് ഫുഡ് കഴിക്കണം, 5 മണിക്ക് ഇന്ന സ്ഥലത്ത് ഫുഡ് കഴിക്കണം, രാത്രി ഈ റൂട്ട്. ഞാൻ കാറിൽ കയറി ഇരുന്ന് കുറച്ച് ഓടിക്ക് പോകുമ്പോൾ പറയുന്നിട്ട് നിർത്തു. അപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ കുറെ കാലത്ത് ശരിക്കും ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി കണ്ടന്റ് ഇടുന്ന മാതിരി തന്നെ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ കണ്ടന്റ് എടുക്കാൻ അറിയാം, നമ്മൾ വ്ളോഗ് അധികം എടുക്കാത്തത് കൊണ്ട് നമുക്ക് മാരകമായിട്ട് വ്ളോഗ് എടുക്കാൻ അറിയില്ല. നമ്മള് മാരക എഡിറ്റേഴ്സ് അല്ല, നമ്മള് കണ്ടന്റ് നമ്മൾ സിമ്പിൾ എഡിറ്റിങ് മതി. വ്ളോഗിൽ നമ്മൾ മാരകമായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയില്ല. പിന്നെ നമ്മൾ എടുത്ത് ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ നോർമൽ വ്ളോഗ് എടുക്കുള്ളൂ അല്ലെ. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാവുകയും അല്ലെ. അപ്പൊ എന്താ പറയാ, ഡെയിലി വ്ളോഗ് ഒക്കെ ചെയ്യണം, ഇൻഷാല്ലാ ഡെയിലി വ്ളോഗ് ചെയ്യണം, ട്രാവലിംഗ് വ്ളോഗ് ചെയ്യണം, ട്രാവലിംഗ് വ്ളോഗ് ചെയ്യണം.
ഫുഡ് ഉണ്ടാക്കണം നല്ലോണം. ഫുഡ് ഉണ്ടാക്കുന്ന വ്ളോഗ് ചെയ്യണം. എന്നിട്ട് അതിന്റെ പോസിറ്റീവ് സോറി ഗായ്സ്, പഠിച്ചോലെ പോസിറ്റീവ് എന്ന് പറയുന്ന സാധനം ഫുഡ് എന്തൊക്കെ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ. പക്ഷെ ഇവളെ ചതിച്ച്. ഇവള് ഒരു ദിവസം ഇവിടെ ആരും ഇല്ലേനും. അപ്പൊ എന്താ വിരളം വേണ്ടി എന്ത് കഴിക്കുന്ന ലെവലിൽ നിൽക്കുക. അപ്പൊ ചിക്കൻ ഉണ്ട് ഇവിടെ. അപ്പോൾ പറഞ്ഞ് ഇനിയിപ്പോ ഉണ്ടാക്കാൻ വയ്യ ഒരു സാധനം ഉണ്ടായിട്ട് നഗേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് പറഞ്ഞിട്ട് നഗേഴ്സും മറ്റേ ചീസൊക്കെ ഉണ്ടായിട്ട് ഇത് ടേസ്റ്റാണ്. അതായത് കല്യാണം കഴിഞ്ഞ് 2 കൊല്ലവും 2 മാസവും 10 ദിവസത്തിന് ശേഷം ആ ഒരു ഓളെ മാജിക് ഓളെ മാര. അപ്പം ഓളെ അമ്മ ചോദിക്കാ, അസന ഇതുവരെ ഉണ്ടായി തന്നില്ലേ, ഓളിത് ഉണ്ടാക്കലുണ്ടല്ലോ, നമ്മള് നഗേഴ്സ് പുറത്തും കഴിക്കല, പൂവി വാങ്ങിച്ചിട്ടാണല്ലോ കഴിക്കല്. അല്ല പൂവി ഉണ്ടാക്കിയിട്ട്. അതും പറയാൻ മറന്നു, ഇവളെ പേരാട്ടോ പൂവി. ഷീസ് പൂവി, പൂവി മോൾ. സ്നേഹം വരുമ്പോ പൂവി മോൾ എന്നാ വിളിക്കുക. ഞാൻ പൂവി വിളിക്കല്ലേ, ഇവളെ ഞാൻ വെച്ച് ബാക്കി എല്ലാരും പൂവി എന്നാ വിളിക്കുക. അതിങ്ങനെ അറിയോ, ഞാന് പിന്നെ എനിക്കിങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെ എൻക്വയറി ചെയ്യുന്ന സമയത്തില്ലേ, ഹിബാണോ എന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാര്, അപ്പൊ അത് ഹിബാണോ, പക്ഷെ പൂവിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുക, അല്ല ഇത് ആരാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആരാണ് അറിയുന്ന വളരെ ക്ലോസ് ആരാണ് ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ആരും പൂവി എന്ന് അറിയുന്നത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ, അവള് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ അറ്റൻഷൻ വന്നിട്ട് ആരാ എന്താ മുത്തപ്പന്റെ മോട്ടാണോ എന്ത് പറ്റി കുറച്ച് കൂടുതൽ അറ്റൻഷൻ തരൂ. മറ്റേ ഇവാണെന്നെങ്കിൽ അവള് പറയും എന്ത് വലിയ പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെ അല്ലേ നമ്മളെ കഥകള്. അപ്പൊ എന്താ പറയാ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തതും കൊണ്ട്, കാരണം റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് അധികം കുട്ടികളുണ്ട് ഏജ് ഹോം. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ അല്ലേ. നിർത്താൻ തോന്നില്ല സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത്, പിന്നെ എന്തൊക്കെയോ പ്രശ്നം അറിയാം. നിങ്ങള് സമയം വിലപ്പെട്ടതാണല്ലോ. അപ്പൊ ഈ കാണുന്ന വലിയ നിർത്തുന്നില്ല, എന്നാ പിന്നെ സ്കിപ്പ് അടിച്ച് കാണാന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ നിങ്ങൾ സ്കിപ്പ് അടിച്ചു. ഞാൻ പറഞ്ഞില്ലേ അമ്മക്ക് വലിയ വ്ളോഗും ഈ കുയർന്ന് ചെയ്യാൻ അറിയില്ല. അപ്പം നമ്മളെ സംസാരത്തിലൊക്കെ ചില എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഡിസ്ലൈക്ക് അടിക്കാണ്ട് സമയമുണ്ടോ നമ്മളിങ്ങനെ കാണുന്ന സംസാരിക്കുന്നത് ഇങ്ങനെ. അപ്പൊ നമുക്കറിയില്ലട്ടോ ശരിക്കും ക്യാമറ കണ്ടാൽ മാത്രം സംസാരിക്കുന്നതാണ് ഞാൻ. അപ്പൊ എന്താ പറയാ, നമ്മള് കല്യാണത്തിന് പോയപ്പോ ഹസ്ബൻഡ് അങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലേ. ഈ അടുത്ത് കൂടി ആരോ ഞാൻ ഒരു നമ്മളറിയുന്ന ആൾക്കാര് ഇവിടെ ഇരിക്കാ, അവളോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓലിവിടെ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് എന്നാൽ ഇങ്ങനെ തിരിഞ്ഞാല് സെന്ററിലാണ്, ഇങ്ങനെ തിരിഞ്ഞാൽ സെന്ററിലാണ്. അപ്പൊ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ആൾക്കാരെ മിണ്ടാണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡ് അധികം സംസാരിക്കില്ല. അപ്പൊ തന്നെ ഞാൻ തിരിഞ്ഞിട്ട് ചോദിച്ചു, സുഖല്ലേ, എന്താ പേര്. അപ്പൊ അങ്ങനെ കാണേ. അപ്പൊ എന്താ പറയാ, അടുത്ത വ്ളോഗായിട്ട് കാണല്ലേ. അതത്രേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ കമന്റ് ചെയ്തല്ലേ. എന്ത് വ്ളോഗ് വേണോ, നമ്മൾ നെയിം മീറ്റിംഗ് ചാലഞ്ച് നമ്മൾ പണ്ടത് നമുക്കൊന്ന് ചെയ്യണം. കൊറേ കാലം ഒരാളെ പേര്. ഇതൊക്കെ ഞാനാണ് സ്റ്റാർട്ടിങ് കഴിക്കുന്നെങ്കിലും ഫുൾ ബാക്കി പോകുന്നത് ആഷിക്കാലെടുത്താണ്. ലാസ്റ്റ് എന്നാലും മധുരം തിന്നാത്ത ആള് അല്ല അങ്ങനെ സോറി മധുരം തിന്നൂല. പക്ഷെ എന്താ പറയാ, വിട്ട് തട്ടെങ്കിൽ ഈ മധുരം ഞാൻ അധികം സ്വീറ്റ്സ് കഴിക്കും. പക്ഷെ എന്നാലും ഞാൻ ഈ നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്റെ ഫേസിൽ മൊത്തം കുരു ഫുള്ള് വരാൻ തുടങ്ങി. ഈ ഷുഗർ ഫുൾ ഇങ്ങനെ കയറ്റിക്കൊണ്ട് നിൽക്കാണല്ലോ. നെയിം മീറ്റിംഗ് ചലഞ്ച് നമ്മള് ഓരോ ലെറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മള് ഓരോ അത് വിറ്റ അല്ല, നമ്മള് ഓരോ ലെറ്റർ കണ്ടുപിടിക്കാൻ വിറ്റല്ലേ. നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഏക്കെന്തുണ്ട് ആശിക്ക ഇവിടെ ഉണ്ടെന്ന് പറയും. അങ്ങനെ ആ ഫുള്ള് കിട്ടുന്നത് മൊത്തം ചോക്ലേറ്റ്സും ആയിരിക്കും. എന്നിട്ട് എന്താക്കും, ഈ ചോക്ലേറ്റ് ഒക്കെ കയറ്റി മൊത്തൊക്കെ ഫുള്ള് വരാൻ തുടങ്ങി. അപ്പൊ നമ്മള് മെല്ലെ സ്കിപ്പ് ചെയ്ത് സാധനമായിരുന്നു. പക്ഷെ നമുക്ക് കൊറേ മക്കൾസ് പിന്നെയും ഒന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒന്ന് നെയിം മീറ്റിംഗ് ചലഞ്ചിൽ പേര് എന്റത് പറയുമോന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ കസിൻസിൽ തന്നെ കുറെ ആൾക്കാർക്ക് പരാതിയാ. ഇബത്താന്നും പറയണ്ട, ആഷിക്കൊന്നും പറയണ്ട, എന്റെ പേര് നെയിം മീറ്റിംഗ് ചലഞ്ചിൽ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് നാളെ മറ്റന്നോ ഒരു നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാനുണ്ട്. ഞാൻ വിചാരിച്ചു എങ്ങനെ സിമ്പിൾ പേരെടുത്ത് ചെയ്യാമെന്നുള്ള. അപ്പൊ ചെയ്യണം. എന്തോ കാര്യം പറയണ്ടോ, മറന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളോട് ആരോ ചോദിച്ചു നമ്മളത് എന്ത് മെസ്സേജ് ഇൻസ്റ്റോ നിങ്ങളെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാന്ന്. ഒരു ലിപ്സ്റ്റിക്കും 2 പൗഡറും ഇടാം, അതാണ് ഇവിടെ മേക്കപ്പ്. നല്ല ലിപ്സ്റ്റിക് ഇടും, കുറച്ച് പൗഡർ അവിടെ ഇടും. സോറി അതാണ്. അല്ലാണ്ട് ഒരു സാധനം ഇവിടെ ഇല്ല. ചില ആൾക്കാർ ഇവിടെ പിന്നെ അതിന്റെ
ഒന്നിട്ട് അതിന്റെ മുകളിൽ വേറെ ഇട്ട് അതിന്റെ മുകളിൽ പിന്നെ ഇട്ട് കണ്ണിൽ മറ്റേ ലെൻസ് ഇട്ട് പിന്നെ വേറെ എന്തോ തേച്ച് അങ്ങനെയൊക്കെ ആക്കാൻ നടക്കും. ഇതാ നേരെ പോ തേക്കും 2 പൗഡർ. അതാണ് നമ്മളെ മേക്കപ്പ്. അപ്പൊ നമ്മൾ എന്ത് ട്യൂട്ടോറിയൽ ചെയ്യാനില്ല വേണേ ചെയ്യാ ഒരു മേക്കപ്പ് ഇടുന്നത് അത്ര നമ്മളെ ട്യൂട്ടോറിയൽ ഒന്നുമില്ല. എനിക്കറിയില്ല ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നല്ല. പക്ഷെ എനിക്ക് എന്താ പറയാ, എനിക്ക് എന്തൊക്കെയോ മുഖത്തൊക്കെ എന്തൊക്കെയോ കുരുയൊക്കെ വരുന്ന മാതിരി എന്തെങ്കിലുമൊക്കെ. പൗഡർ പിന്നെ ചെയ്യുമ്പോ വൃത്തി ചെയ്യണം. ചില ആൾക്കാര് ചെയ്യുമ്പോ നല്ല വൃത്തിയിലോ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് സ്റ്റെപ്പ് ആയിട്ട് കുറെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെ അറിയാത്ത ചെയ്ത് കാര്യമല്ലോ. എനിക്കല്ല, എനിക്ക് വേഗം മുഖത്തെല്ലാം എന്താ പിന്നെ പറയാ മേക്കപ്പ് സ്കിന്നിന് അധികം പറ്റുന്നില്ല. പറ്റുന്നില്ല. പിന്നെ പൗഡറും സെറ്റാട്ടോ. ഞാൻ ഈ അടുത്ത് കല്യാണത്തിന് പോകുന്ന സമയത്ത് ഒരു പൗഡർ ഇല്ലേ, സെറ്റിംഗ് പൗഡർ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇടുന്ന അത്, അന്ന് നമ്മള് ഒരു പ്രാവശ്യം വാങ്ങിച്ചതുണ്ടായിരുന്നു. വെഡിങ്ങിന് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ എന്താക്കി അത് എടുത്തിട്ടില്ല. അന്ന് വെഡിങ്ങിന് പോകുന്ന സമയത്ത് അതിന്റെ പിന്നോടിയായിട്ട് അത് മൊത്തം ഇവിടെ ഒക്കെ ഉണ്ട് വന്നിക്കണ്. നമ്മള് സംസാരിച്ച് പോകുന്നത്. അപ്പൊ എന്താ പറയാ, ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മളെ വ്ളോഗ് ഇനി ഉണ്ടാവും, അതും സപ്പോർട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന വ്ളോഗ് ചെയ്യണമെന്ന് കമന്റ് ഇട്ടോ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ് ഒക്കെ നമ്മൾ സ്വീകരിക്കും. നമുക്ക് ഇഷ്ടംപോലെ വരലുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയില്ല. നെഗറ്റീവ് അതിപ്പോ നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ശരിയാണോ പറഞ്ഞ തോന്നുമ്പോ നമ്മളത് മാറ്റും. അല്ലാണ്ട് ചില ആൾക്കാര് നെഗറ്റീവ് പറയാനായിട്ട് വരും, അത് നമ്മള് പ്രതികരിച്ചിട്ട് കാര്യമില്ല. നമ്മള് കണ്ടന്റ് അതോടെ പറഞ്ഞു നിർത്തിക്കാണാം. നമ്മൾ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിക്സഡ് ആയിട്ടാ ചെയ്യുന്നത്. അതായത് സാഡ് ഉള്ളതും ചെയ്യുന്നുണ്ട്, ഹാപ്പിനെസ് ഉള്ളതും ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ കണ്ടന്റും മിക്സഡ് ആയിട്ടാ. പക്ഷെ എപ്പൊ സാഡ് ഇടുമ്പോ ആൾക്കാര് വന്നിട്ട്, ആൾക്കാരെന്ന് പറയുന്നില്ല, കുറച്ച് ചില ആൾക്കാര് വന്നിട്ട് പറയും നിങ്ങൾക്ക് ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. കാരണം ഒരു ഫുൾ നമ്മളെ കണ്ടന്റ് എനിക്ക് തോന്നില്ല കാണുന്ന ആൾക്കാർ. ഫേസ്ബുക്കിൽ ഒരാളുണ്ട്, നമ്മളെ 10 വീടിട്ടാല് പൈസന്റെ 2 കണ്ടു തരും, അതിന് മാത്രം കമന്റ് ഇടും, പൈസ മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് ഒരാൾ റെപ്യൂട്ടേഷൻ പറയാൻ നമുക്ക് മനസ്സിലാവും. സാഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സാഡ് മാത്രമാണ് ചെയ്യാനുള്ളത്. ഒരാൾ റെപ്യൂട്ടേഷൻ മനസ്സിലാവും നമുക്ക്. അതായത് നമ്മൾ പേഴ്സണൽ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരിക്കലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് വരും, നമ്മളതിന്റെ രീതിയിൽ എടുക്കാറുള്ളൂ. ഇനിയൊന്നുമില്ല. അപ്പൊ എന്താ പറയാ, ബൈ. റിയാള സമയം ബൈ.